അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നരകം എത്ര ഭയാനകം എന്ന നമ്മുടെ നരകവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഭയാനകതയും വിശദീകരിക്കുന്ന ദർസുകൾ ഏകദേശം 7ഓളം എപ്പിസോഡുകൾ ഈ ഒരു സീരീസിൽ കടന്നുപോയി. ഇൻഷാ അള്ളാഹ് 8ാമത്തെ ഭാഗത്താണ് നാം ഉള്ളത്. ഇന്ന് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നരകത്തിൽ ഭൗതികമായ ശിക്ഷ ഉള്ളതോടൊപ്പം തന്നെ മാനസികമായ കടുത്ത ശിക്ഷകൾ, കടുത്ത പ്രയാസങ്ങൾ നരകാവകാശികളായ ആളുകൾ അനുഭവിക്കേണ്ടി വരും നരകത്തിൽ. അതിന് ധാരാളം തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിൽ ചിലത് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്തു ഫാത്തിറിലെ 37ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, നരകത്തിലെ ആളുകളുടെ ഒരു പ്രശ്നം, ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു, അവർ മരിക്കുകയില്ല, മരണം അവരുടെ മേൽ വിധിക്കപ്പെടുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവരുടെ ശിക്ഷയിൽ നിന്ന് ഒന്നുപോലും കുറക്കപ്പെടുകയുമില്ല. ഇത് വല്ലാത്ത പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. ഒരാൾക്ക് ശിക്ഷ ലഭിച്ച് അയാൾ മരിച്ചു പോവുകയാണെങ്കിൽ അത് അയാൾക്കൊരാശ്വാസമാണ്. പക്ഷേ മരണമില്ല. ഇനി ശിക്ഷയിൽ നിന്ന് വല്ല ഇളവും ഏതെങ്കിലും സന്ദർഭത്തിലോ ദിവസത്തിലോ വല്ല ഇളവുമുണ്ടോ? ഒരു ഇളവുമില്ല. അപ്പോൾ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കപ്പെടുകയില്ല എന്നുള്ളതും ഒരിക്കലും മരണമുണ്ടാവുകയില്ല എന്നുള്ളതും അവരെ മാനസികമായി വല്ലാതെ തളർത്തുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശേഷം വീണ്ടും 37ാമത്തെ വചനത്തിൽ സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹും യസ്തരിഖൂന ഫീഹാ, അവർ അവിടെ വെച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ആർത്തട്ടഹസിച്ച് കരയും. എന്താണ് അവർ പറയുന്നത്? റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, അല്ലാഹുവേ നീ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചിരുന്നതിന് വ്യത്യസ്തമായി, അഥവാ അവിശ്വാസവും തോന്നിവാസവും പ്രവർത്തിക്കുന്നതിന് വിപരീതമായി ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാം, നല്ലത് പ്രവർത്തിക്കാം, നല്ലതിൽ വിശ്വസിക്കാം എന്നവർ പറയും. അപ്പോൾ തിരിച്ച് അവർക്ക് നൽകപ്പെടുന്ന മറുപടി, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, ആലോചിച്ചു മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾക്ക് ആയുസ് നാം നീട്ടിത്തന്നിട്ടില്ലേ, താക്കീത് നൽകുന്നവരും വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഫദൂഖു ഫമാ ലിൽളാലിമീന മിൻ നസീർ, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചുകൊള്ളൂ, ളാലിമീങ്ങൾക്ക്, അക്രമികൾക്ക് യാതൊരു സഹായവും ഉണ്ടാവുകയില്ല, ഒരു സഹായവും ഉണ്ടാവുകയില്ല, ഒരു സഹായവും ലഭിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇവിടെ നരകത്തിൽ വെച്ച് അവർ ആർത്ത് കരയും, സഹായം ചോദിക്കും. പക്ഷേ നിങ്ങൾക്ക് സഹായമില്ല എന്ന് പറയപ്പെടും. നിങ്ങൾക്ക് ആവശ്യത്തിന് ആയുസ് നൽകപ്പെട്ടിട്ടുണ്ട്, താക്കീതുകാർ വന്നിട്ടുണ്ട്, എന്നിട്ടും അനുസരിക്കാത്തതിനാൽ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെടും. അങ്ങനെ പറയപ്പെടുമ്പോൾ, അവരുടെ ആവശ്യം നിരാകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കടുത്ത നിരാശയും വേദനയും ആലോചിച്ചു നോക്കുക. അതേപോലെ തന്നെ സൂറത്തു അൽ മുഅ്മിനൂൻ 106, 108 ആയത്തുകളിലൊക്കെ നമുക്ക് നരകാവകാശികളുടെ വിലാപം കാണാം. അവർ പറയും, റബ്ബന അഖ്രിജ്നാ മിൻഹാ, അല്ലാഹുവേ നീ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് പുറത്തെടുക്കണമേ എന്നവർ പറയും. ഫഇൻ ഉദ്ന, ഞങ്ങൾ മടങ്ങിയാൽ നല്ലവരാകാം. ഫഇന്നാ ളാലിമൂൻ, ഞങ്ങളിപ്പോൾ അക്രമികളായിപ്പോയി, അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഖാല ഖ്സഉ ഫീഹാ വലാ തുകല്ലിമുൻ, ഒരാളും മിണ്ടിപ്പോവരുത്, ആരും സംസാരിക്കരുത്, നിന്ദ്യരായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായി അവിടെ തന്നെ കഴിയുക, ഒരാളും മിണ്ടിപ്പോവരുത് എന്നവരോട് പറയപ്പെടും. അപ്പോൾ മിണ്ടിപ്പോവരുത്, നിന്ദ്യരായി അവിടെ തന്നെ കഴിയുക എന്ന് പറയപ്പെടുമ്പോഴും അവർക്ക് വല്ലാത്ത മാനസികമായ ദുഃഖവും വേദനകളും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്തു അസ്-സജ്ദയിൽ 14ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടു മനസ്സിലാക്കി, ഒന്നുകൂടി ഞങ്ങളെ മടക്കണമേ എന്ന് പറയുമ്പോൾ അവരോട് പറയും, ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ, ഈ ഒരു ദിവസത്തെ നിങ്ങൾ മറന്നതിനാൽ നിങ്ങൾ ഇവിടെയുള്ള ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങളെ നാം മറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളെ ഞാൻ പരിഗണിക്കുകയില്ല, മാത്രമല്ല നിത്യവാസത്തിൻ്റെ നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും മോചനമില്ല. വദൂഖു അദാബൽ ഖുൽദ് എന്നാണ്. എന്നെന്നും
നിലനിൽക്കുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. നിങ്ങളെ നാം മറക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയോ തേട്ടമോ നിങ്ങളുടെ കരച്ചിലോ ഞാൻ പരിഗണിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ കടുത്ത നിരാശയിൽ നരകാവകാശികൾ അകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനു പുറമെ അവരുടെ ശരീരത്തിലും മറ്റും കടുത്ത നിന്ദ്യത ഏൽപ്പിക്കപ്പെടുന്നതാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 106 കാണാം സത്യനിഷേധികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും, ആരുടെ മുഖമാണോ കറുത്ത് ഇരുണ്ടു പോകുന്നത്, അത് സത്യനിഷേധികളെക്കുറിച്ചാണ്. അകഫറത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിന് ശേഷം സത്യനിഷേധം സ്വീകരിച്ചല്ലോ. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ സത്യനിഷേധം കാണിച്ചതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അപ്പോൾ മുഖങ്ങൾ കറുത്ത് ഇരുണ്ടു പോവുക നിന്ദ്യതയുടെ അടയാളമാണത്. അതേപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 27 കാണാം വതറഹഖുഹും ദില്ല, നിന്ദ്യത അവരെ ആവരണം ചെയ്യും, അവരുടെ മുഖങ്ങളെ അവരുടെ ശരീരത്തെ നിന്ദ്യത ആവരണം ചെയ്യും. മാലഹും മിനല്ലാഹി മിൻ ആസിം, അള്ളാഹുവിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ആരുമുണ്ടാവില്ല. കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും ഖിത്അൻ മിനൽ ലൈലി മുദ്ലിമ, അവരുടെ മുഖങ്ങളൊക്കെ രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടതുപോലെ ഉണ്ടാകും. അത്രമാത്രം കറുത്ത് ഇരുണ്ട് നിന്ദ്യമായി മാറും. ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകത്തിൻ്റെ ആളുകളാണ്, അവരുടെ നിത്യവാസികളായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ അംബിയായിലെ 98 കാണാം ഇന്നക്കും, തീർച്ചയായും നിങ്ങളും വമാ തഅബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആർക്കാണോ ഇബാദത്ത് ചെയ്തത്, ഹസബു ജഹന്നം, അതൊക്കെ നരകത്തിലെ ഇന്ധനമാകുന്നു, നരകത്തിലെ വിറകുകളാകുന്നു എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. അങ്ങനെ നരകാവകാശികളും അവർ ആരെയാണോ ആരാധിച്ചിരുന്നത് ആ വിഗ്രഹങ്ങളും, ഇനി ആരാധിക്കപ്പെട്ടവർ തൃപ്തിയോടുകൂടിയാണ് ആ ആരാധന സ്വീകരിച്ചതെങ്കിൽ അവർ മനുഷ്യരിലോ ജിന്നുകളിലോ പെട്ടവരാകട്ടെ, അവരൊക്കെ നരകത്തിൻ്റെ ഇന്ധനമായി കത്തിക്കപ്പെടും. അങ്ങനെ തങ്ങളെ രക്ഷിക്കുമെന്നവർ കരുതിയ വിഗ്രഹങ്ങളും അതേപോലെയുള്ള വ്യാജദൈവങ്ങളും അവർ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ അവർക്ക് കടുത്ത നിരാശയും ദുഃഖവും തോന്നും. ഇവരെ ആയിരുന്നല്ലോ ഞങ്ങൾ ഭൂമിയിൽ വെച്ച് ആരാധിച്ചിരുന്നത് എന്ന നിരാശ അവരെ പിടികൂടുന്നതാകുന്നു. അതേപോലെ സൂറത്തു മറിയമിലെ 68 കാണാം ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീന സുമ്മ ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ്യ, നിങ്ങളെയും പിശാചിക്കളെയും നിൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, നാം ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് മുട്ടുകുത്തിയവരായി, കാൽമുട്ടുകൾ കുത്തിയവരായി നരകത്തിന് ചുറ്റും അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹാജരാക്കുമെന്നാണ്. അങ്ങനെ കാൽമുട്ടുകൾ കുത്തിക്കൊണ്ട് നിന്ദ്യതയുടെ അടയാളം അവരുടെ ശരീരത്തിൽ പ്രകടമായി കൊണ്ടാണ് നരകത്തിന് ചുറ്റിലും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതേപോലെ തന്നെ സൂറത്തു ശുഅറായിൽ നോക്കൂ 92 മുതൽക്കുള്ള വചനങ്ങൾ. വഖീല ലഹും, ബഹുദൈവാരാധകരോട് ചോദിക്കപ്പെടും, ഐനമാ കുൻതും തഅബുദൂൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്തവരൊക്കെ എവിടെ? മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, ഹൽ യൻസുറൂനക്കും, അവർ നിങ്ങളെ ഇപ്പോൾ സഹായിക്കുന്നുണ്ടോ? ഔ യൻതസിറൂൻ, അല്ലെങ്കിൽ അവർ പരസ്പരം വല്ല സഹായ നടപടികളും അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും സ്വീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങളെ സഹായിക്കും, ഞങ്ങളുടെ വലിയകളാണ് എന്ന് പറഞ്ഞവർ അവർ നിങ്ങളെ സഹായിക്കുമോ എന്ന് ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കും. അതിനവർക്ക് സാധ്യമല്ല. അത് കേൾക്കുമ്പോൾ അവർ പരിഹസിക്കപ്പെടുകയാണ്, നിന്ദിക്കപ്പെടുകയാണ്. അങ്ങനെ ഫക്കുബിക്കിബു ഫീഹാ ഹും വൽ ഗാവൂൻ വജുനൂദു ഇബ്ലീസ അജ്മഊൻ, അവരും അതിരുവിട്ടവരും ഇബ്ലീസിൻ്റെ സൈന്യങ്ങളും എല്ലാവരും മുഖം കുത്തിയവരായി അട്ടിയട്ടിയായി നരകത്തിലേക്ക് തള്ളിയിടപ്പെടുന്നതാണ്, മുഖം കുത്തി വീഴുന്നതാണ് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതേപോലെ അവരുടെ മറ്റൊരു നിന്ദ്യമായ അവസ്ഥ എന്ന് പറയുന്നത്, സത്യവിശ്വാസികളെല്ലാം അള്ളാഹുവിനെ കാണുമ്പോൾ ഇവർക്ക് അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല, ആ മഹത്തായ അനുഗ്രഹം അവർക്ക് ലഭിക്കപ്പെടുകയില്ല എന്നാണ്. സൂറത്തുൽ മുത്തഫിഫീനിലെ 15 അള്ളാഹു പറയുന്നു, കല്ലാ ഇന്നഹും അർറബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അന്നേ ദിവസം അവർ അവരുടെ രക്ഷിതാവിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം, സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം, പിന്നീട് അവർ നരകത്തിൽ കത്തി എരിയുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടുക, റബ്ബിനെ കാണാൻ പറ്റാതാവുക എന്നുള്ളത് ഏറ്റവും വലിയ നിന്ദ്യതയും അപമാനവുമാണ്. സൃഷ്ടികളായിരിക്കെ തങ്ങളുടെ സ്രഷ്ടാവിനെ കാണാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയ നിന്ദ്യതയും പരാജയവും വേറെ എന്താണുള്ളത്? അതേപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലെ 13-14 കാണാം, വഇദാ ഉൽഖൂ മിൻഹാ മക്കാനൻ ദയ്യിഖൻ മുഖറനീന ദഅഉ ഹുനാലിക സുബൂറ, നരകത്തിൻ്റെ ഇടുങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി അവർ തള്ളിയിടപ്പെടുമ്പോൾ അവർ ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ച് കരയും. അപ്പോൾ പറയപ്പെടും, ലാ തദുഉൽ യൗമ സുബൂറൻ വാഹിദ വദുഉ സുബൂറൻ കസീറ,
നിങ്ങൾ ഞങ്ങളുടെ നാശമേ എന്ന് ഒരു തവണ അല്ല, മറിച്ച് ധാരാളം നാശമേ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് അവരോട് തിരിച്ചു പറയപ്പെടും. എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മതിയാക്കണ്ട, ധാരാളമായി പറഞ്ഞോളൂ, അല്ലെങ്കിൽ ധാരാളം നാശം എന്ന് പറഞ്ഞോളൂ എന്നവരോട് പറയപ്പെടുമ്പോൾ അതെന്തുമാത്രം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്തു അസ്സജ്ദയിലെ 12 കാണാം, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. പോക്കിരികളായ അക്രമികളായ കുറ്റവാളികളെ നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ അവർ അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ തല താഴ്ത്തി നിൽക്കുന്ന ആ ദയനീയമായ നിന്ദ്യതയുടെ കാഴ്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്തു ശൂറയിലെ 45 വതറാഹും യുറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുല്ലി യൻദുറൂന മിൻ തറഫിൻ ഖഫിയ്യിൻ. നബിയെ താങ്കൾക്ക് അവരെ കാണാം, അവർ അന്ന് നരകത്തിൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും. നിന്ദ്യത കൊണ്ട് അവർ മുഖം താഴ്ത്തിയവരായിരിക്കും, ഗോപ്യമായ കണ്ണോടുകൂടി അവർ നോക്കിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ തല ഉയർത്തി നോക്കാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകളെയും മുഖങ്ങളെയും നിന്ദ്യത ബാധിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അതേപോലെ തന്നെ സൂറത്തു ഗാഫിറിൽ കാണാം 49-50 ആയത്തുകൾ. അവർ നരകത്തിൻ്റെ കാവൽക്കാരോട് പറയും, നരകത്തിലെ ആളുകൾ, വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നമ ദുഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് കുറവ് ലഭിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നത്, ഖാലു അവലം തകു തഅതീകും റസൂലുക്കും ബിൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലുകൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവർ പറയും, ഖാലു ബല, ഖാലു ഫദ്ഉ, എങ്കിൽ നിങ്ങൾ വിളിച്ചുകൊള്ളൂ, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ പ്രാർത്ഥന അത് വഴികേടിലാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ നരകത്തിൽ വെച്ച് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. താക്കീതുകാർ വന്നപ്പോൾ നിങ്ങൾ അവരെ അവഗണിച്ചു, അതുകൊണ്ട് ഇനി രക്ഷയില്ല എന്നവരോട് പറയപ്പെടും. അതും വളരെ വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നരകത്തിൻ്റെ കാവൽക്കാരുടെ നേതാവായ മലക്കായ മാലിക്, ആ മാലിക്കിനെ പിന്നെ അവർ സമീപിക്കും. വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ. സൂറത്തു സുഖ്റഫിലെ 77-ാമത്തെ ആയത്താണ്. അവർ വിളിക്കും, യാ മാലിക്, ഓ നരകത്തിൻ്റെ കാവൽക്കാരുടെ നേതാവായ മാലിക് എന്ന മലക്കെ, താങ്കൾ എന്ത് ചെയ്യുക? ലിയഖ്ദി അലൈനാ റബ്ബുക്, താങ്കളുടെ റബ്ബ് ഞങ്ങളെ മരിപ്പിക്കട്ടെ, ഞങ്ങളെ മരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയണമെന്ന് പറയും. ഖാല ഇന്നകും മാകിസൂൻ. അപ്പോൾ മാലിക് എന്ന മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങളവിടെ നിത്യവാസികളാണ്, നിങ്ങളുടെ പ്രാർത്ഥന അത് കേൾക്കപ്പെടുകയില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ പറയുകയുമില്ല എന്ന് മാലിക് എന്ന മലക്കും ഒഴിവ് കഴിവ് പറയുകയും അവരെ ശക്തമായ നിലക്ക് നിരാശപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അതേപോലെ സൂറത്തു തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന നരകാവകാശികളോട്, അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ, ഇത് മാരണമാണോ, മേജിക്കാണോ എന്നവരോട് ചോദിക്കും. കാരണം അവർ നബിയെ സംബന്ധിച്ചും ഖുർആനിനെ സംബന്ധിച്ചും ഖുർആനിൻ്റെ സത്യതയെ സംബന്ധിച്ചുമൊക്കെ അവർ പറഞ്ഞത് ഇതൊക്കെ മാജിക്കാണ്, ഇതൊക്കെ മാരണമാണ്, ജ്യോത്സ്യമാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ്, ഇതൊക്കെ സിഹറാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ അവരോടുള്ള ചോദ്യമാണ്, ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന നരകശിക്ഷയും സിഹറാണോ, തോന്നലാണോ? അതവർക്ക് വലിയ നിന്ദ്യതയുണ്ടാക്കും. യസ്ലൗഹ, നിങ്ങൾ അതിൽ കിടന്ന് കത്തി എരിഞ്ഞുകൊള്ളുക. ഫസ്ബിറു ഔലാ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാലും ക്ഷമകേട് കാണിച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സവാഉന അലൈക്കും, ഒരുപോലെയാണത്. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്ന് പറയപ്പെടും. അപ്പോൾ ക്ഷമിച്ചാലും ക്ഷമകേട് കാണിച്ചാലും പ്രത്യേകിച്ച് നേട്ടമില്ല എന്ന് അവരോട് പറയുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഭയാനകരമായിരിക്കും. സൂറത്തുൽ ഖമറിലെ 48 കാണാം, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ, അവരുടെ മുഖങ്ങൾ നരകത്തിലൂടെ വലിച്ചേക്കപ്പെടുന്ന ദിവസം. എന്നിട്ട് പറയും, സഖറിൻ്റെ അഥവാ കത്തിയാളുന്ന നരകത്തിൻ്റെ ആ ഒരു ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും. അപ്പോൾ മുഖം നരകത്തിൽ വലിച്ചേക്കപ്പെടും, അതും വല്ലാത്തൊരു നിന്ദ്യതയാണ്. സൂറത്തുർ റഹ്മാനിലെ 41 കാണാം, യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാം, കുറ്റവാളികൾ അവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയപ്പെടും, അവരുടെ കണങ്കാലുകളും മൂർധാവുകളും പിടിക്കപ്പെടും, അഥവാ കാലിലും മൂർധാവിലും പിടിച്ചുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. സൂറത്തു തൂറിലെ 13 കാണാം, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, ശക്തമായ ഒരു തള്ളിയിടൽ അവരെ നരകത്തിലേക്ക് തള്ളിയിടുന്ന ദിവസം. ഹാദിഹിൻ നാറുല്ലതി കുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ
ഏതൊരു നരകത്തെയാണോ കളവാക്കിക്കൊണ്ടിരുന്നത് ആ നരകമാണിത് എന്നവരോട് പറയപ്പെടുന്നതാകുന്നു. അപ്പോൾ അത്രമാത്രം നിന്ദ്യമായ ശിക്ഷയാണ്. മാനസികമായും അത് പ്രയാസമുണ്ടാക്കും, ശരീരത്തിനും പീഡനങ്ങൾ നൽകും. കടുത്ത നിരാശയും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും ഉൾക്കൊള്ളുന്ന ശിക്ഷയുടെ ലോകമാണ് നരകലോകം. ആ നരകത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും പ്രവേശിപ്പിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും മുന്നേറിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നരകത്തിൻ്റെ മറ്റൊരവസ്ഥ, സ്വർഗക്കാരും നരകക്കാരും തമ്മിലുള്ള സംസാരം. അത് പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിലൊന്ന് സൂറത്തുൽ അറാഫിലെ 44-ാമത്തെ വചനത്തിൽ കാണാം, വനാദ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബന്നാർ അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ ഖാലൂ നഅം ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും അല്ലഅനതുല്ലാഹി അലൽ ളാലിമീൻ. സ്വർഗത്തിലെ ആളുകൾ നരകത്തിൻ്റെ ആളുകളെ വിളിച്ചിട്ട് ചോദിക്കും, അല്ലെങ്കിൽ പറയും, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സത്യമാണ്, അത് ഞങ്ങളിത് അനുഭവിച്ചിരിക്കുന്നു. കാരണം സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവർക്ക് സ്വർഗമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സത്യം വിശ്വസിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളിതാ സ്വർഗത്തിലാണ്. റബ്ബ് ഞങ്ങളോട് വാക്ക് പാലിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരുന്നു, ബഹുദൈവാരാധനയും അവിശ്വാസവും തോന്നിവാസങ്ങളും പ്രവർത്തിച്ചാൽ നരകമുണ്ടാകുമെന്ന്. അത് നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലേ? നിങ്ങൾക്കിപ്പോൾ നരകം കിട്ടിയില്ലേ എന്നവരോടും ചോദിക്കും. അപ്പോൾ അവർ പറയും, നഅം, അതെ, ഞങ്ങൾക്ക് നരകം കിട്ടി. ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും. അപ്പോൾ ഒരാൾ വിളിച്ചു പറയും, അല്ലഅനതുല്ലാഹി അലൽ ളാലിമീൻ, ളാലിമീങ്ങൾക്ക് ശാപം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമെന്ന് പറയപ്പെടുമെന്നാണ്. അതേപോലെ തന്നെ ഇതേ അധ്യായത്തിലെ 50-ാമത്തെ ആയത്തിൽ കാണാം, വനാദ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന. പിന്നെ നരകത്തിലെ ആളുകൾ സ്വർഗത്തിൻ്റെ ആളുകളെ വിളിക്കും, അൻ അഫീദു അലൈനാ മിനൽ മാഇ, നിങ്ങൾക്ക് ലഭിച്ച വെള്ളത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തരൂ കുടിക്കാൻ. ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, വിഭവങ്ങളിൽ നിന്ന്, പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തരൂ. ഖാലു, അപ്പോൾ സ്വർഗത്തിലെ ആളുകൾ നരകക്കാരോട് പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അള്ളാഹു സത്യനിഷേധികൾക്ക് വെള്ളവും അതേപോലെയുള്ള ഭക്ഷണവുമൊക്കെ ഹറാമാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ സ്വർഗ്ഗക്കാർക്കുള്ളതാണ്, നിങ്ങൾ നരകക്കാർക്കുള്ളതല്ല എന്ന് പറയപ്പെടും. അങ്ങനെ ആ നിലക്ക് സ്വർഗ്ഗക്കാർ നരകക്കാരെയും നരകക്കാർ സ്വർഗ്ഗക്കാരെയും വിളിച്ച് സംസാരിക്കുന്ന ഘട്ടങ്ങളുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വർഗ്ഗത്തിലെ ആളുകൾ നരകത്തിലെ ആളുകളെ പരിഹസിക്കും. ഭൂമിയിൽ വെച്ച് അവർ നേരെ തിരിച്ചു പരിഹസിച്ചതുപോലെ. ഭൂമിയിൽ വിശ്വാസികളെ കണ്ടാൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു അവിശ്വാസികൾ. എന്നാൽ നരകത്തിലെ അവിശ്വാസികളെ സ്വർഗ്ഗത്തിലുള്ളവർ പരിഹസിക്കും. സൂറത്തുൽ മുത്തഫിഫീനിലെ 34-ൽ കാണാം, ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യളഹഖൂൻ, അന്നേ ദിവസം വിശ്വാസികൾ സത്യനിഷേധികളെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നതാണ്. അതേപോലെ അന്ന് നേതാക്കളും അനുയായികളും തമ്മിൽ വലിയ സംസാരമുണ്ടാകും. സൂറത്തു ഇബ്രാഹിമിലെ 21-ൽ കാണാം, വബറസൂലില്ലാഹി ജമീഅൻ ഫഖാല അദ്ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു ഇന്നാ കുന്നാ ലക്കും തബഅൻ ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈ. അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം ദുർബലരായ അനുയായികൾ അഹങ്കാരികളായ നേതാക്കളോട് പറയും, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു ജീവിച്ചത്. ശ്രദ്ധിക്കുക, ഖുർആനിനെയും സുന്നത്തിനെയും മാറ്റിവെച്ച് നേതാക്കൾ പറയുന്നതിൻ്റെ പിന്നാലെ കൂടിയാൽ സംഭവിക്കുന്ന അപകടമാണിത്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈ, നേതാക്കളോട് ചോദിക്കും, ഞങ്ങൾ നിങ്ങളെയല്ലേ പിൻപറ്റിയത്, അതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് കുറച്ച് തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖാലു, അപ്പോൾ നേതാക്കൾ കൈയൊഴിയും. അവർ പറയും, ലൗ ഹദാൻ അല്ലാഹു ലഹദൈനാക്കും, അള്ളാഹു ഞങ്ങൾക്ക് മാർഗ്ഗദർശനം നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും മാർഗ്ഗദർശനം നൽകുമായിരുന്നു. സവാഉന അലൈന അജസിഅന അം സബർന മാലനാ മിൻ മഹീസ്, നമ്മൾ രണ്ടു കൂട്ടരും ക്ഷമിച്ചാലും ക്ഷമകേട് കാണിച്ചാലും ഇനി നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് നിങ്ങൾ വഴികേടിലായ ഞങ്ങളെയാണ് പിൻപറ്റിയത്, നിങ്ങൾ ഹിദായത്ത് നോക്കിയില്ല. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് അറിയിച്ചു തരുന്നത്, നമ്മൾ ആരും തന്നെ അന്ധമായി നേതാക്കളെ പിൻപറ്റാൻ പാടില്ല. നമ്മൾ പിൻപറ്റേണ്ടത് ഖുർആനിനെയും സുന്നത്തിനെയുമാണ്. അത് സ്വഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കി തന്നത് ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നേതാക്കൾ ഞങ്ങളെ അങ്ങ് രക്ഷപ്പെടുത്തി കളയുമെന്ന് കരുതി നേതാക്കൾ പറയുന്നതിനൊക്കെ സിന്ദാബാദ് വിളിച്ചാൽ പരലോകത്ത് അവർ കൈയൊഴിയും, അവർ നിങ്ങളെ സഹായിക്കുകയില്ല എന്ന ഗൗരവമായ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ അവിടെ വെച്ച് നടക്കുന്ന മറ്റൊരു സംസാരം, നരകക്കാരും പിശാചും തമ്മിൽ അവിടെ സംസാരമുണ്ടാകും. നമുക്കറിയാം, പിശാചാണ് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, പിശാച് മനുഷ്യനെ വിളിക്കുന്നത്, അവൻ്റെ ആളുകളെ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. അപ്പോൾ അന്ന് പിശാച് പറയും, വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു,
കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്കുള്ളവരെ നരകത്തിലേക്കുള്ളവരെയൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് ശൈത്താൻ ഒരു പ്രഖ്യാപനം നടത്തും. എന്താണ്? ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി വവഅദ്തുകും ഫഅഖ്ലഫ്തുകും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ സത്യമായിരുന്നു, എന്നാൽ ഞാൻ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ ഞാൻ ലംഘിക്കുകയാണ്, ഞാൻ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി. ഞാൻ നിങ്ങളെ ളലാലത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്കതിനുള്ള അധികാരമോ പ്രമാണമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രചോദനം നൽകിയപ്പോൾ നിങ്ങൾ ഉത്തരം നൽകി. ഞാൻ വസ്വാസം ഉണ്ടാക്കി, ഞാൻ നല്ലതാക്കി തോന്നിപ്പിച്ചപ്പോൾ നിങ്ങൾ തെളിവുകൾ ചോദിക്കാതെ, തെളിവുകൾ നോക്കാതെ എൻ്റെ പിന്നാലെ കൂടി. അതുകൊണ്ട് ഫലാ തലൂമുനി വലൂമു അൻഫുസകും മാ അന ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖി. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. നിങ്ങൾക്കെന്നെയോ എനിക്ക് നിങ്ങളെയോ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ലു ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം. നിങ്ങൾ മുമ്പ് എന്നിൽ പങ്കു ചേർത്തതിനെ ഞാൻ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് കൈയൊഴിയും. ലാലിമീങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ പിശാചും പറയുന്നത് എന്താണ്? എനിക്ക് പ്രമാണം, സുൽത്താൻ ഉണ്ടായിരുന്നില്ല, ഞാൻ തെളിവുകളൊന്നും തന്നില്ല. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നല്ലതല്ലേ എന്നൊക്കെയുള്ള വ്യാമോഹങ്ങളാണ് നൽകിയത്. അപ്പോൾ നിങ്ങളതിൻ്റെ പിന്നാലെ കൂടി. അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തേണ്ട എന്ന് ശൈത്താൻ പറയുന്നൊരു ഘട്ടം ഖിയാമത്ത് നാളിലുണ്ടാകും. ഒരിക്കലും അത്തരമൊരവസ്ഥയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാൻ പാടില്ല. പിശാചിൻ്റെ കാൽപാദങ്ങളെ നമ്മൾ പിൻപറ്റരുത്. തെളിവുകളില്ലാതെ ഒന്നിൻ്റെയും പിന്നാലെ പോവരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിങ്ങൾക്കറിവില്ലാത്തത് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോവരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മനുഷ്യൻ്റെ കേൾവിയും കാഴ്ചയും ഹൃദയമൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെയൊക്കെ പോയി നരകം വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പിശാചി കൈയൊഴിയും, നേതാക്കൾ കൈയൊഴിയും. ഖുർആനും സുന്നത്തും പിൻപറ്റുക. അതനുസരിച്ച് പറയുന്ന പണ്ഡിതന്മാർ എന്താണോ സത്യസന്ധമായി പഠിപ്പിക്കുന്നത് അതിൻ്റെ പിന്നാലെ കൂടുക. സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കിയാൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത നിരാശയുടെ അവസ്ഥ ഖിയാമത്ത് നാളിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങളും കേൾക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.